ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് വീണ്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടനൊരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു. ഏട്ടന് നല്ല കട്ടൻ ചായ ചൂടോടക്കനെ വേണം പറഞ്ഞിട്ട് അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ വിഷു എന്ന് പറഞ്ഞ് വിഷു എത്തിയിട്ടോ. നാളെയാണ് കേട്ടോ വിഷു. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ പതിവ് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ പല്ല് തേക്കുന്ന സമയത്ത് അത് വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വൈകുന്നേരം തന്നെ വരും. ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ ആഘോഷിക്കണത്, അങ്ങോട്ട് പോകണില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആഘോഷിക്കാറുള്ളൂ. അവിടെ നിന്ന് വിഷു ദിവസം വൈകുന്നേരത്തെ അങ്ങോട്ട് വരാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ആദ്യത്തെ വർഷമാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് വേറെ പണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചു നീച്ചിട്ടില്ല. കിച്ചു നീച്ച എന്തായാലും അച്ഛനെ ചോദിക്കും. കിച്ചു നീച്ചിട്ടില്ല, തുമ്പിക്കുട്ടി മാത്രമേ നീച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏട്ടന് ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് ഏട്ടൻ അങ്ങനെ പോയി. ഞാൻ പിന്നെ എൻ്റെ ജോലികളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ രാവിലെ നീച്ചിട്ട് ബെഡൊന്നും നേരെ മടക്കി, ബെഡല്ല തുണികളും വിരികളൊന്നും നേരെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നീച്ച പാടെ അങ്ങനെ നീച്ച് പോയി പുറത്തേക്ക് പോയിട്ട് പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തന്നെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ കുറച്ച് നേരത്തെ നീച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വിരിയൊന്നും മടക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബെഡ്ഷീറ്റൊന്നും നേരെ വിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗമായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിതിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടലാണ് കേട്ടോ. ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി ജോലിയൊക്കെ ചെയ്യാറുള്ളൂ. അതിപ്പോൾ നമ്മൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാതും ഒതുക്കി വെച്ചിട്ടാണ് എനിക്ക് എന്നാലൊരു മനസ്സമാധാനം കിട്ടുള്ളൂ കേട്ടോ. ഒരു ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ, നീച്ചല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ ഇടണമെന്ന് മാത്രമേ തന്നെ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചും തുമ്പിയൊക്കെയാണ് കിച്ചു എന്നാണ് പറയുന്നത്. തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറത്തു കൂടെ ഒക്കെ ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് കട്ടിൻ്റെ മേലെ കൂടെ ഒക്കെ കയറി നടന്ന് കാലത്തെ മണ്ണൊക്കെ അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞ് തട്ടി കളഞ്ഞതാണ്. അപ്പോൾ പിന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു. ഞാൻ രാവിലെ ആയി കഴിഞ്ഞ് ജനലൊക്കെ തുറന്നിട്ടു കേട്ടോ, ഒരു വെട്ടം വെളിച്ചമൊക്കെ കയറാൻ വേണ്ടിയിട്ട്. രാത്രി ഫുള്ള് അടച്ചിടല്ലേ. പിന്നെ ഈ ചൂടുകാലം കൂടി ആയ കാരണം കൊണ്ട് തന്നെ ജനൽ തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുമല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പലഹാരമൊന്നും ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ നീക്കിയാൽ തന്നെ ഞാൻ 7 മണി 7:30ക്കാണ് നീക്കുള്ളൂ. പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കി അതൊക്കെ ആയി വരുമ്പോൾ തന്നെ 9 മണി 9:30 ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ചോറുണ്ടെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാവും. കറി ചില സമയത്ത് ഉണ്ടാവില്ല, തലേ ദിവസത്തെ കറിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റാക്കുള്ളൂ കേട്ടോ. ഇന്ന് കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, 2 ദിവസം മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളിവിടെ കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് തികഞ്ഞില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് കൊള്ളിയും ചമ്മന്തിയും കൂടി വെച്ചപ്പോൾ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കൊള്ളി കണ്ടപ്പോൾ ഞാൻ വേഗം അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. അമ്മമ്മ എന്നാൽ പുഴുങ്ങി തന്നോളൂ, അമ്മമ്മ പുഴുങ്ങി തരും കേട്ടോ. അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിക്കാൻ പോകാൻ നല്ല മടിയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറക്കും തളിക സിനിമയും കണ്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് രാവിലെ തന്നെ. അതിന് ശേഷം അതൊക്കെ അരിയലും അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളയലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്കിന്ന് കുറേ പണികളുണ്ട് കേട്ടോ വീട്ടിൽ. നാളെ വിഷു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ അമ്മ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഇന്ന് മൊത്തം ഇവിടെ വൃത്തിയാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയി കിടക്കുന്നത്. സേവനവാരാണ് കേട്ടോ അന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചു കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നിലത്തും പോയി. ചമ്മന്തി ജാറ് തുറന്നു പോയൊന്നുമില്ല, അത് എന്താ പറയുക, മിക്സിയുടെ വയറ് തട്ടിയിട്ട് താഴത്തേക്ക് വേണം കേട്ടോ. പക്ഷേ അടപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒക്കെ പോയി കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് വേണം അടിച്ച് വാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊള്ളിയും അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞ് പിന്നെ വെറുതെ ഒന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. പൊടി മണ്ണൊക്കെ അടക്കുകയല്ലേ. എന്നിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് തുടങ്ങാനുണ്ട്. നമ്മുടെ റൂം മുതൽ തുടങ്ങാനുണ്ട് കേട്ടോ. റൂം, ഹോള്, അടുക്കള, അങ്ങനെ
റൂമൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ രാവിലെ തന്നെ വാശി പിടിച്ചിട്ട് തെറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്താലാണ് അവൾ അവിടെ നിന്ന് നീക്കുകയുള്ളൂ പറഞ്ഞിട്ട് അടിച്ചു വരുമ്പോൾ അതിൻ്റെ നടുക്കിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ അവളെ വേഗം അവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് ചെയറിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തി കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തിയപ്പോൾ കുഴപ്പമില്ല. അമ്മ പോയിട്ട് വിളിക്കുമ്പോഴൊന്നും അവളത്തേക്കൊന്നും പോകണില്ല കേട്ടോ. ഞാൻ പോയി എടുക്കണേ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിന്ന് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കഴിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അത് തീർത്തല്ലാതെ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ജോലികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് പണികളുണ്ട്. ഇന്ന് ഉച്ചയായാലും തീരുമെന്ന് സംശയമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഇവിടെ വൃത്തിയാക്കിയിട്ടൊക്കെ കേട്ടോ. ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു സേവനവാരം നടത്താറുണ്ട്. എന്നാലും നമ്മൾ ആഘോഷങ്ങളാകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള മര്യാദ കാണിക്കണമല്ലോ. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയുണ്ടാവും. ഞാൻ എന്താഘോഷം വന്നാലും എൻ്റെ തലേ ദിവസം ഒരു വൃത്തിയാക്കൽ ചടങ്ങ് അത് ഇവിടെ വന്നിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ, നേരെ ഒതുക്കി പെറുക്കി വെക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ആൾ പോയി കിടക്കണത് തന്നെ. അപ്പോൾ വന്നിട്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വക വേറെ കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവരാണെന്നുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും വലിച്ചു വാരിയിടുന്നൊരു സ്വഭാവക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുതലേ ചെയ്യാനുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ കണ്ടിരിക്കുന്ന ബുക്കുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കാണ് കേട്ടോ. എന്നാൽ അതൊക്കെ ഒരു കവറിലാക്കിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ടോ അവർ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇവിടെ വെച്ച് വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചാക്കിലോ എന്തെങ്കിലും കെട്ടി വയ്ക്കും. ഇപ്പം അത് ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ പോരെ. നമ്മൾ വിൽക്കൊന്നുമല്ലല്ലോ, എടുത്ത് വെക്കുകയല്ലേ. അപ്പോൾ എടുത്തിട്ട് നമുക്ക് സൺസൈഡിൻ്റെ മേലെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി, കാരണം ഇപ്പം ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തെ ബുക്ക് നമുക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ സൺസൈഡിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ പോരെ. സൺസൈഡ് പറഞ്ഞാൽ നമ്മളിതാ ഈ എന്താ പറയുക റൂമിനുള്ളിലത്തെ റാക്ക് ഉണ്ടല്ലോ, അതാണ് കേട്ടോ പറയണത്. ആ സംഭവത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ പോരല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ആ പണി പറയണ്ട. അവളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ ചേലക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തോ കിറ്റോ പച്ചക്കറി കിറ്റോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് വിഷുവായിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ്. ഞങ്ങളുടെ പണി നോക്കണു. കുട്ടിയോട് അതിൻ്റെ ഇടയിൽ കൂടെ കടന്നിട്ട് തിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിവിടെ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഈ എന്താ പറയുക കബോർഡ് ആ സംഭവത്തിൻ്റെ ഉള്ളിൽ കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ തുണികളാണെന്നുണ്ടെങ്കിൽ കസേരയുടെ മുകളിൽ വെച്ചേക്കണം കേട്ടോ. അത് ഒതുക്കി പറക്കി വെച്ചിട്ട് ഞങ്ങളുടെ തുണികൾ ഒരു ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ തന്നെ വൃത്തിയാക്കി അതിന് ശേഷം പിന്നെ ഹോളിലേക്ക് ഇറങ്ങി കേട്ടോ. ഹോളിൽ ടി വിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ടി വിയുടെ ബാക്ക് സൈഡിലൊക്കെ നിറയെ പൊടി മാറാലേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡെയിലി ഒന്നും ഇപ്പോൾ ടി വി വൃത്തിയാക്കാനൊന്നും പോയില്ലല്ലോ, ടി വിയുടെ ബാക്ക് സൈഡും ഒന്നും വൃത്തിയാക്കാൻ പോയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ഷോക്കേസ് അതൊക്കെ ഒന്ന് അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇനി ഇല്ലാത്ത ആക്രി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ ആക്രി സാധനങ്ങളും ഉണ്ട്. അപ്പൂൻ്റെ എല്ലാതും ഉണ്ട് കേട്ടോ. സ്ലൈഡ് അടക്കം ഉണ്ട്. അവൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അങ്ങനെ ഇന്ന സ്ഥലത്ത് തന്നെ വെക്കണ ഒരു സ്വഭാവക്കാരിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള അലങ്കോലം വൃത്തികേടൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. നമുക്കിന്ന് കണിയൊക്കെ വെക്കണ്ടല്ലേ, നാളെ നമുക്ക് കണി കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കി വെക്കണത്. പിന്നെ അതിൽ വലിയ കാര്യമായിട്ടുള്ള പൊടിയൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാനൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കുക. എന്തായാലും വൃത്തിയാക്കില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസും കൃഷ്ണൻ്റെ ദൈവങ്ങളുടെ ഫോട്ടോസും എല്ലാതും തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനൊന്നൊരു കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം. ഇനി കുട്ടികളെ ഇതുവരെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവരൊക്കെ ഈ പൊടിയിൽ കിടന്നിട്ട് മറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും കുളിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഈ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുളിച്ച് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. കുളിക്കാതെ ചെയ്യാം കേട്ടോ. അതൊക്കെ കുളിക്കാതെ ചെയ്യാൻ നല്ലത്. കാരണം നമ്മൾ കുളി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ദേഹത്ത് പൊടിയൊക്കെ തന്നെ ആയിട്ട് വീണ്ടും കുളിക്കാനുള്ളൊരു വക ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലും ഭേദം കുളിക്കാതെ ചെയ്യല്ലേ നല്ലത്. ഞാൻ ഇങ്ങനത്തെ പണികൾ എടുക്കുമ്പോഴൊക്കെ കുളിക്കില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുളിച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുക്കുക, അതൊരു സുഖമാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയുള്ള കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇനി ഇന്നത്തെ രാത്രി എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല. അത് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് വീഡിയോ കയറാനൊക്കെ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ വീഡിയോ ആക്കി ഇടണമെന്ന്
മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മേമയും കുട്ടികളും കണ്ടില്ലേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ഷോർട്സ് വീഡിയോസും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ നാളത്തേന്ന് പറയാൻ പറ്റില്ല, അടുത്ത വീഡിയോ എന്തായാലും നമ്മുടെ വിഷു സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇന്നത്തെ രാത്രിത്തെ വീഡിയോ ആയിരിക്കും കേട്ടോ. ഇനി എന്തായാലും അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പം ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.